ഹായ്, പുതിയൊരു വീഡിയോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ക്വീൻ എലിസബത്ത് OTTക്ക് ശേഷമുള്ള റിവ്യൂ ആണ്. ക്വീൻ എലിസബത്ത് ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രാധാന്യം ഉള്ള ഒരു സിനിമയാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഒത്തിരി കുറേ വർഷങ്ങൾക്ക് ശേഷം നരയൻ മലയാളത്തിലേക്ക് വരുന്നു. പിന്നെ ഒരു ബ്രേക്കിന് ശേഷം, ഒരു വലിയൊരു നീണ്ട ബ്രേക്കിന് ശേഷം മീര ജാസ്മിൻ പടത്തിലേക്ക് വരുന്നു. ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ല സൂപ്പർ ബോറായിട്ടുണ്ട്. ഡയറക്ടർ P. പത്മകുമാർ, റൈറ്റർ അർജുൻ T. സത്യൻ. ഈ സത്യൻ എന്തിക്കറിഞ്ഞ ആരെങ്കിലും വന്നു. നരയൻ, മീര ജാസ്മിൻ, ഇവരുടെ കാര്യം പറയുവാണെങ്കിൽ ഇവർ സൂപ്പറായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, ചെയ്ത് വെറുപ്പിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് ഒറ്റവാക്കി പറയാനുള്ളത്. രണ്ടുപേരും ഒന്നിനൊന്നിന് ആരാണ് ഫസ്റ്റ് എന്നുള്ള ഒരു രീതി വെച്ച് രണ്ടുപേരും കട്ടയ്ക്ക് നിന്ന് വെറുപ്പിച്ചിട്ടുണ്ട്. അതാണ് മെയിൻ എടുത്തു പറയേണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ട് അവസാനം വരെ വെറുപ്പിലായിപ്പോയി. പിന്നെ P. പത്മകുമാറിൻ്റെ ഡയറക്ഷൻ, എന്തിന് ഇതുപോലത്തെ ഒരു സിനിമ എടുക്കുന്നു. ഇതിൻ്റെ റൈറ്റർ എന്ന് പറഞ്ഞാൽ അർജുൻ T. സത്യൻ. ഇതിനകത്ത് എന്തോത്തിനാണ് ഇത് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് സ്റ്റോറി റൈറ്റർ ഒന്നുമില്ല. ഇപ്പം ഇവരെല്ലാവരെയും കാസ്റ്റ് ചെയ്തിട്ട്, അതായത് സത്യനെ, നരേനെയും മീര ജാസ്മിനെയും കാസ്റ്റ് ചെയ്തിട്ട് അവർ ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് ഇറക്കി വിട്ടിട്ട് നിങ്ങൾ എന്തോ ചെയ്തോ. കുറേ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. രണ്ട് ലൊക്കേഷനാണ് കൂടുതൽ കാണിച്ചിട്ടുള്ളൂ. ഒന്നൊരു ഫ്ലാറ്റും ഒരു വട്ടം ഔട്ട്ഡോറിൽ കാണിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫീസും ഒക്കെ ആയിട്ട് 2-3 ആയിട്ട് കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ അടുത്ത് പറയാം, നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചോ, അത് ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് സിനിമയാക്കിക്കോളാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തുടക്കം തൊട്ട് അവസാനം വരെ. തുടക്കമാണെങ്കിൽ തുടക്കം എഴുതി കാണിക്കുന്ന ഒരു ടൈം ആയപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ പടം എങ്ങോട്ടാണ്. ഒരു ലാഗി പോകുന്ന ഒരു സ്റ്റോറി. തുടക്കം തൊട്ട് അവസാനം വരെ ലാഗ്. എന്തെങ്കിലും ഒരു കാര്യം പോസിറ്റീവ് ഉണ്ടോ എന്ന് നോക്കി കണ്ട് തീർത്തയാണ്. നോക്കുകയാണെങ്കിൽ ഒട്ടും പോസിറ്റീവ് ഇല്ല. കഥ തൊട്ടും മ്യൂസിക് തൊട്ടും ഒന്നും ഒരു രീതിയിലും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഇതിനകത്ത് ഈ പ്രൊഡ്യൂസർക്ക് തലവെച്ച് കൊടുത്ത പ്രൊഡ്യൂസർക്ക് എന്തോ വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ സിനിമയാക്കിയിട്ട് തിയേറ്ററിലോട്ട് കൊണ്ടുപോകുന്ന ഇതുണ്ടല്ലോ. അതായത് പണ്ടത്തെ തൊട്ട് പെട്ടിയല്ല, ഇപ്പം ഡിജിറ്റൽ അല്ലയോ. അപ്പോൾ ആ പൈസ പോലും തിയേറ്ററിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. എന്തെങ്കിലും ഒരു ഇത് വേണ്ട. എനിക്കൊന്ന് ഈ സിനിമ എഴുതി കാണിച്ചു ഇൻ്റർവെല്ലിൽ പോലും ആരും കണ്ട് തീർത്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം കണ്ടിരുന്നത് എനിക്ക് തന്നെ കണ്ട് ബോറായി. ഒരു ഗതികേട് കൊണ്ട് കണ്ടു തീർത്ത ഒരു സിനിമയായിട്ട് എനിക്ക് ഈ ക്വീൻ എലിസബത്ത് തോന്നിയത്. പിന്നെ നരയൻ, മീര ജാസ്മിൻ, ഇവരുടെ കാര്യം പറയുകയാണെങ്കിൽ നരയൻ എനിക്ക് തോന്നുന്നു 2005 ആ സമയത്ത് സിനിമയിലോട്ടൊക്കെ വന്ന് ഞാൻ തോന്നുന്നു. ഇപ്പോഴും ലോകേഷ് കനകരാജ് കൈദിക്കകത്ത് ബിനോയ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിന് ചാൻസ് കൊടുത്തില്ലെങ്കിൽ ഇപ്പോഴും കരിയർ അവിടെ തന്നെ നിന്നേനെ. ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ആ ക്ലാസ്മേറ്റ്സിനകത്തെ ആ ഒരു സോങ്ങിനകത്തൂടാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതിന് ശേഷമാണ് ഇയാൾ ഇതിന് മുമ്പ് 2 പടങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. 2-3 പിന്നെ തമിഴിൽ പോയി വെറുപ്പീരിൻ്റെ അങ്ങേയറ്റമായി ഫീൽഡ് ഔട്ട്. പിന്നെ ആ ഇതില്ലെങ്കിൽ, കൈദിക്കകത്ത് ആ റോൾ ഇല്ലെങ്കിൽ, കൈദിയുടെ വിക്രത്തിനകത്ത് ആ റോൾ ഇല്ലെങ്കിൽ നരയൻ കരിയർ വട്ടപ്പൂജ. ആ ഒരു റോൾ വെച്ചാണ് പിടിച്ചിരിക്കുന്നത് ഇതിനകത്ത്. പിന്നെ മീര ജാസ്മിൻ്റെ കാര്യം കുറേ വർഷങ്ങൾക്ക് ശേഷം വന്നു. തിരിച്ചു വരലും തിരിച്ചു പോക്കും ഈ ഒരു സിനിമയ്ക്കകത്തൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തുവായാലും ഇനി പടം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നിങ്ങളും ഇപ്പം ചെയ്യുമെന്ന് പറഞ്ഞാൽ സൈഡിൽ കൊണ്ടൊരു ബിസിനസ് തുടങ്ങുക. നമ്മുടെ ഈ നമിത പ്രമോദ് ചെയ്യുന്നുണ്ട്. നമിത പ്രമോദിൻ്റെ ബുദ്ധി വെച്ചാണ് നമിത പ്രമോദ് കളിച്ചത്. കാരണം ഫീൽഡ് ഔട്ട് ആവുമെന്ന് ഉറപ്പുണ്ടായിട്ടായിരിക്കും ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയത്. അതെന്തുമായാലും ഇപ്പം എങ്ങനെ പോകുമെന്ന് എനിക്കറിയത്തില്ല. അതേപോലെ നിങ്ങളൊരു ഇതേപോലെ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതായിരിക്കും നല്ലത്. സിനിമയിൽ ഇനി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതേപോലെ വെറുപ്പിച്ച് തുടക്കം തൊട്ട് അവസാനം വരെ വെറുപ്പിലായി പോയിട്ടുണ്ട്. അതുപോലെ തെലുങ്കിലും തമിഴിലും ഒക്കെ ചെയ്തിട്ട് വെറുപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതിനകത്തൊരു വല്ലാത്ത വെറുപ്പിലായിപ്പോയി. എനിക്ക് P. പത്മകുമാറിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ പുറത്ത് ഇഷ്ടംപോലെ ഈ പുറത്ത് ഒത്തിരി ആക്ടർ ആവാനും ആക്ട്രസ് ആവാനും നിൽക്കുന്ന ഒത്തിരി പിള്ളേരുണ്ട്. അവരെയൊക്കെ വെച്ചൊരു പുതുമുഖങ്ങളെയൊക്കെ വേണ്ടി ഒരു കാസ്റ്റിംഗ് കോൾ വിളിക്കുക. അതിനകത്ത് അവരെ ആക്ട്രസ്മാരെ ഒക്കെ ആക്കി എടുത്ത് കയറ്റിക്കൊണ്ടുവരാൻ നോക്കുക. ചുമ്മാതെ ഇതേപോലെയുള്ള പ്രൊഡ്യൂസർമാരുടെ പ്രാക്ക് എന്തിനു വാങ്ങിക്കൂട്ടുന്നു. അതുപോലെ ഉള്ള എത്രയോ പേരുണ്ട്. അതെനിക്കൊന്ന് അങ്ങനെ ചെയ്തെങ്കിൽ ഇതിനെക്കാട്ടിലും നല്ല രീതിയിൽ ആ റേഞ്ച് വേറെ രീതിയിലായി പോയനെ. വെറുതെ എടുത്ത് തലയിൽ വെച്ച് ആറ്റം ബോംബാക്കി പോയ ഒരു പടമായിട്ട് എനിക്ക് തോന്നിയത് ക്വീൻ എലിസബത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു രീതിയിലും ആസ്വദിക്കുക ചെയ്യുക. കാണാത്തവർ ഒരിക്കലും കാണാതിരിക്കുക ഈ പടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.